ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോട് അനുബന്ധിച്ച് അതിനൊരുക്കമായി തിരുസഭയിൽ 15 നോമ്പ് എടുക്കുന്ന രീതിയുണ്ട്. ആ 15 നോമ്പ് ആചരണം പ്രാർത്ഥനയിൽ നടത്താൻ ഫീഡ് മൈ ഷീപ്പ് ഒരുങ്ങുന്നു. നിങ്ങളെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. Walking with Mary. Walking with Mary from eternity to heaven. പരിശുദ്ധ മറിയത്തോടൊപ്പം നടക്കാം നിത്യതയിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഒരാൾ ചോദിച്ചത്, ഇനിയും എന്താണച്ചോ മറിയത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരു ചോദ്യം അതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അച്ചോ ആ ടാഗ് ലൈൻ ഈസ് ക്വൈറ്റ് കൺഫ്യൂസിങ്. വാക്കിംഗ് വിത്ത് മേരി ഈസ് ഫൈൻ, പക്ഷെ ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ, അതെന്താണ് ആ ടാഗ് ലൈൻ? ഇറ്റേണിറ്റി ടു ഹെവൻ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഉത്തരം ഒന്നാണ്. ഇനി എന്താണ് മറിയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന ചോദ്യത്തിൻ്റെയും നിത്യതയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിത്യതയിൽ, സമയത്തിന് മുമ്പേ, അതാണ് ആ നിത്യത. മുന്നോട്ട് നോക്കി കാണുന്ന നിത്യതയല്ല, ഒന്ന് പുറകോട്ട് നോക്കി, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പുറകോട്ട് നോക്കിയിട്ട് ഒരു നിത്യതയുണ്ട്. സൃഷ്ടികർമ്മത്തിനും പുറകിൽ ഒരു നിത്യതയുണ്ട്. ആ നിത്യത മുതൽ മറിയമുണ്ട്. എവിടം വരെയുണ്ട്? സ്വർഗത്തോളം മറിയമുണ്ട്. ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. അങ്ങനെ ഒരു യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. 15 പ്രഭാഷണങ്ങൾ ധ്യാനപൂർവം മറിയത്തോടൊപ്പം യാത്ര ചെയ്യും. ആ മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ധ്യാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മറിയത്തോടൊപ്പം നടത്തുന്ന ഈ യാത്രയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 14 വരെ വൈകിട്ട് 8 മണിക്ക് ഫീഡ് മൈ ഷീപ്പിൽ ഇത് നിങ്ങൾക്ക് ലഭ്യമാകും. ഈ കാര്യം, ഇങ്ങനെയൊരു പ്രോഗ്രാം തുടങ്ങുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അറിയിക്കുക. ഒരു കാര്യം കൂടെ ചെയ്യേണ്ടത്, കഴിവതും എല്ലാവരും നോമ്പെടുക്കുക. സീറോ മലബാർ സഭയിൽ സഭ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന നോമ്പുകൾ 5 എണ്ണമാണ്. അതിൽ മറിയത്തിൻ്റെ തിരുനാളിനൊരുക്കമായി 2 എണ്ണം. അതിലൊന്ന് 8 നോമ്പ് പിറവി തിരുനാളിനൊരുക്കമായി, രണ്ടാമത്തത് ഇതാണ്. ബാക്കിയുള്ളത് ഒന്ന് ഈശോയുടെ പിറവിക്ക് ഒരുക്കമായി 25 നോമ്പ്, ഈശോയുടെ ഉയർപ്പിൻ്റെ ഒരുക്കമായി 50 നോമ്പ്, അതുകൂടാതെ 3 നോമ്പ്. അപ്പോൾ ഈ സഭ നിർദ്ദേശിക്കുന്ന ഔദ്യോഗിക നോമ്പുകൾ എടുക്കുമ്പോൾ നമ്മൾ സഭയോടൊത്ത് ചിന്തിക്കുകയാണ്. എനിക്കറിയാം ഇതിന് പുറത്ത് ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് നോമ്പുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. പക്ഷേ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന നോമ്പ് എടുത്തിട്ട് വേണ്ടേ നമ്മളതിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് സഭയോടൊത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. തിരുസഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ 15 നോമ്പ്, എനിക്കറിയാം ഒത്തിരി ഒന്നും എടുത്ത് ശീലമുള്ള നോമ്പായിരിക്കില്ല പലർക്കും. 15 നോമ്പ് അത്ര ജനകീയമായിട്ട് നമ്മളിൽ കുറച്ചു പേരെങ്കിലുമൊക്കെ എടുക്കാറില്ലായിരിക്കാം. പക്ഷേ ഇത്തവണ എന്തെങ്കിലും ഒരു ചെറിയ നോമ്പാണെന്നുള്ളൊരു വിചാരം, ഒരു നോമ്പ് വിചാരം ഉണർത്തുന്ന എന്തെങ്കിലും ഒരു ചെറിയ പരിത്യാഗമെങ്കിലും, ഇറച്ചിയും മീനും ഒക്കെ ഉപേക്ഷിച്ച് നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷേ അതിനി എല്ലാവർക്കും സാധ്യതയില്ലെങ്കിൽ, സാഹചര്യമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിത്യാഗത്തിൽ ഈ നോമ്പെടുക്കാം. നോമ്പിനെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളൊന്നില്ലേ, അതായത് ഈ നോമ്പ് നമുക്ക് ടെമ്പറൻസ് ശീലിപ്പിക്കും, സംയമനം, ആത്മസംയമനം പഠിപ്പിക്കും. പ്രിയമുള്ള ഒന്നിനോട് നോ പറയാൻ, വേണ്ട എന്ന് വയ്ക്കാൻ, ഇത്തിരി പോന്ന 15 ദിവസത്തേക്ക് ആ പ്രിയമുള്ളത് മാറ്റിവെക്കാൻ പറ്റാത്ത നമ്മൾ എങ്ങനെ ടെംപ്റ്റിംഗ് ആയ, ഇതിനേക്കാൾ പ്രലോഭനം തരുന്ന പാപത്തോട് നോ പറയും. അതുകൊണ്ട് നോമ്പ് കളരിയാണ്, നോമ്പ് പരിശീലനമാണ്. നമുക്കൊരുമിച്ച് നോമ്പെടുക്കുകയും ചെയ്യാം. അപ്പോൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച്, സാധിക്കുന്നവരൊക്കെ പരിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുത്ത്, വാക്കിംഗ് വിത്ത് മേരി എല്ലാ ദിവസവും വൈകുന്നേരം പറ്റുമെങ്കിൽ കുടുംബം ഒരുമിച്ചിരുന്ന് കേട്ട്, മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവെച്ച് ഈ ശുശ്രൂഷ അവരിലേക്ക് കൂടി എത്തിച്ച് ഇതിൽ നമുക്ക് ചേർന്ന് യാത്ര ചെയ്യാം. അപ്പം നാളെ മുതൽ, നാളെ ഈ യാത്രയുടെ 1ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. നാളെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് മറിയം നിത്യതയിലേ ഉണ്ടോ? മറിയം നിത്യതയിലെ, സൃഷ്ടിക്ക് മുമ്പേ
മറിയത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ്, മറിയമുണ്ടോ, അതെങ്ങനെ മനസ്സിലാക്കണം, അത് പറഞ്ഞ് നമുക്ക് യാത്ര ആരംഭിക്കാം. എനിക്ക് വേണ്ടിയും ഫീഡ് മൈ ഷീപ്പിൻ്റെ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. ഫീഡ് മൈ ഷീപ്പ് ഈ വീഡിയോ നിങ്ങളിലേക്ക് നേരിട്ടെത്തണം. ഫീഡ് മൈ ഷീപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് വാട്സാപ്പിലൂടെയും ലഭിക്കും, യൂട്യൂബിൽ നിങ്ങൾക്കല്ലാതെയും ലഭിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.